ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ എല്ലാവരും വീടുകളിൽ കാണപ്പെടുന്ന നന്ദ്യാർവട്ടമാണ് കേട്ടോ. ക്രേപ്പ് ജാസ്മിൻ എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ഇതിനെ പിഴിച്ചകം, കുടകപ്പാല, തച്ചകം എന്നിങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ട്. നന്ദ്യാർവട്ടം ചെടിക്ക് ഔഷധ ഗുണങ്ങളൊക്കെ ഒരുപാടുള്ളതാണ്. ഇത് അപ്പോസൈനേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ടാബർനെ മൊണ്ടാന ഡൈവർട്ടിക്ക എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്പ്യാർവട്ടം എന്നും അറിയപ്പെടുന്നുണ്ട്. എർവട്ടാമിയ കൊറോണറിയ എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. സംസ്കൃതത്തിൽ നന്ദി വൃക്ഷ, വിഷ്ണുപ്രിയ, ക്ഷീരി എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഹിന്ദിയിലാണെങ്കിൽ ചമേലി, ചാന്ദിനി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. പുഷ്പങ്ങൾ ദ്വിലിംഗിയാണ്. ഇതിൻ്റെ ഇലകളിലും കാണ്ഡത്തിലും വെളുപ്പ് നിറത്തിലുള്ള മരക്കറ, അതായത് ലാറ്റക്സ് ഉണ്ട്. മരക്കറയിൽ റെസിനുകളും ആൽക്കലോയിഡുകളും അടങ്ങിയിട്ടുണ്ട്. നന്ദ്യാർവട്ടം എല്ലാ കാലങ്ങളിലും പുഷ്പിക്കും. തൂവെള്ള നിറവും സുഗന്ധവുമുള്ള ഇതിൻ്റെ പുഷ്പങ്ങൾ വിടരുന്നത് രാത്രികാലങ്ങളിലാണ്. കായ്കളിൽ 3 to 6 വിത്തുകൾ ഉണ്ടായിരിക്കും. കമ്പുകൾ മുറിച്ചും ഈ ഒരു ചെടി നട്ടു വളർത്താവുന്നതാണ്. പുതിയ ചെടികൾ നട്ടു വളർത്താൻ കമ്പുകൾ മതിയാവും. 1 വർഷം പ്രായമെത്തുമ്പോഴേക്കും നന്ദ്യാർവട്ടം പുഷ്പിക്കുന്നു. ഇതിൻ്റെ വേര്, കറ, പുഷ്പം, ഫലം എന്നിവ ഔഷധ ഗുണത്തിനായിട്ട് ഉള്ളതാണെന്ന് ഉപയോഗിക്കുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. നേത്രരോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, പല്ലുവേദന എന്നിവയ്ക്കൊക്കെ ഇത് ഉത്തമമാണെന്ന് പറയപ്പെടുന്നുണ്ട്. നന്ദ്യാർവട്ടത്തിൻ്റെ പുഷ്പങ്ങൾ പൂമാലകൾ ഉണ്ടാക്കാനും ക്ഷേത്രങ്ങളിൽ അർച്ചനയ്ക്കും ഉപയോഗിക്കുന്നുണ്ട്. ഉദ്യാനത്തിലും ഈ ചെടിക്ക് നല്ല ഒരു സ്ഥാനമാണുള്ളത്. പാലിയിലെ നന്ദ്യാവട്ട എന്ന പദത്തിൽ നിന്നാണ് നന്ദ്യാർവട്ടം എന്ന പേര് വന്നത്. അർത്ഥം ശുഭസൂചകമായി തിരിയുന്നത് എന്നാണ്. അപ്പോൾ നന്ദ്യാർവട്ടത്തിൻ്റെ പൂക്കൾ ബുദ്ധമതത്തിൻ്റെ മുദ്രകളിലൊന്നും ശുഭസൂചകവുമായ സ്വസ്തിക ചിഹ്നം പോലെ ഇരിക്കുന്നതിനാലാണ് ശുഭസൂചകമാവുന്നത്. അപ്പോൾ ഈ ഒരു ചെടിക്ക് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഡെക്കറേറ്റീവ് ഫ്ലവർ ആയിട്ടും പ്ലാന്റ് ആയിട്ടൊക്കെ നമ്മൾ വളർത്തുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഈ ചെടിക്ക് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. വീണ്ടും അടുത്ത